മിസ്റ്റർ സനൽജി, ഞാൻ വിനോദ് കൗരാണ്. നിങ്ങളുടെ പോസ്റ്റിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ച് ഒരു കമൻറ്റ് കേട്ടു. അതൊന്ന് ക്ലിയർ ചെയ്യാനാണ് ഞാൻ വിളിച്ചത്. ഞാൻ ആ സെറ്റിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ നവാസ് മരിച്ച ദിവസം മോർച്ചറിയിൽ 4 മണിക്കൂർ ഞാനും നവാസിൻ്റെ അടുത്ത സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നവാസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്ത്, കുടുംബ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ കളിക്കൂട്ടുകാരനുമായ നൗഷാദ് എന്ന് പറഞ്ഞ ആളാണ് ഈ കാര്യം അവിടെ പലരോടും പറഞ്ഞത്. 2-3 തവണ അവരുടെ കുടുംബ ഡോക്ടറെ വിളിച്ചിരുന്നു. ആ കുടുംബ ഡോക്ടറോട് വേദനയുടെ കാര്യം പറഞ്ഞപ്പോൾ കുടുംബ ഡോക്ടർ വന്ന് ECG എടുക്കാൻ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴൊന്നും ഈ സെറ്റിൽ അവൻ കാരണം ഷൂട്ടിങ്ങിന് ഭംഗം വരരുത് എന്ന് കരുതിയിട്ട് അവൻ വൈകിട്ടാവാം എന്ന് പറഞ്ഞതാണ് ഡോക്ടറോട്. അപ്പോൾ ഈ വിവരമൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അങ്ങനെ ഒരു കുറിപ്പിട്ടത്. ഇതെല്ലാവർക്കും അറിയില്ല, സിനിമാ സെറ്റിൽ ആർക്കും അറിയില്ല. സിനിമാ സെറ്റിൽ ആരോടും നവാസ് ഇത് പറഞ്ഞിട്ടുമില്ല. പക്ഷെ എനിക്കൊരു കൃത്യമായിട്ട് അറിവുണ്ട്. അത് ആ ഡോക്ടറും ഈ നൗഷാദ് എന്ന് പറഞ്ഞ ആളൊക്കെ അത് പുറത്ത് പറയാൻ തയ്യാറാണ്. ഇത് ഞാൻ മാതൃഭൂമിയോടും എല്ലാവരോടും ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങളിത് കൂടി ഇട്ടപ്പോൾ എനിക്ക് വലിയ പ്രയാസം തോന്നി കേട്ടോ. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ നില. ഞാനും നവാസിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരുപാട് ഷോ ചെയ്ത ആൾക്കാരാണ്. അപ്പം എനിക്ക് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ലല്ലോ. മറ്റ് ദുരൂഹതകളൊന്നും ഇതിനകത്തില്ലേ? പ്ലീസ്. നടൻ കലാഭവൻ നവാസിന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് സംവിധായകൻ സനൽ കുമാർ ശശിധരൻ രംഗത്തെത്തിയിരുന്നു. നവാസിന് നെഞ്ചുവേദനയുണ്ടായി എന്ന നടൻ വിനോദ് കോവൂരിന്റെ പോസ്റ്റടക്കം സനൽ ചർച്ചയാക്കിയിരുന്നു. സനലിന്റെ ഈ ആരോപണങ്ങളിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ് വിനോദ് കോവൂർ. നെഞ്ചുവേദന വന്ന വിവരം നവാസ് കുടുംബ ഡോക്ടറെയാണ് അറിയിച്ചതെന്നും ഇക്കാര്യം സിനിമാ സെറ്റിലെ ആരും അറിഞ്ഞിരുന്നില്ല എന്നും വിനോദ് കോവൂർ പറയുന്നു. താൻ സെറ്റിലുണ്ടായിരുന്നില്ല. മോർച്ചറിയിൽ 4 മണിക്കൂറോളം ഉണ്ടായിരുന്നു. കുടുംബസുഹൃത്തും കളിക്കൂട്ടുകാരനുമായ നൗഷാദാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞത്. കുടുംബ ഡോക്ടറെ വിളിച്ചറിയിച്ചിരുന്നു. ECG എടുക്കാൻ പറഞ്ഞു. ഷൂട്ടിംഗിന് പോകേണ്ടതിനാൽ വൈകിട്ടാകാമെന്നാണ് അദ്ദേഹം കരുതിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോസ്റ്റ് ഇട്ടത്. സിനിമാ സെറ്റിൽ ഇതാർക്കും അറിയില്ല. ഇക്കാര്യം നൗഷാദ് പുറത്തു പറയാൻ തയ്യാറാണ്. നവാസ് തന്റെ ഉറ്റ സുഹൃത്താണ്. എനിക്ക് തെറ്റിദ്ധാരണയില്ല, മരണത്തിൽ ദുരൂഹതയില്ല എന്നാണ് വിനോദ് കോവൂർ പറയുന്നത്. വിനോദ് കോവൂർ സനൽകുമാറിന് അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ഇക്കാര്യമുള്ളത്. നേരത്തെ വിനോദിന്റെ പോസ്റ്റ് പങ്കുവച്ച സനൽ ദുരൂഹത ആരോപിച്ചിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നവാസിന്റെ തലയ്ക്ക് മുറിവുണ്ടെന്നും വായിച്ചു. ഹോട്ടൽ മുറിയുടെ നിലത്ത് വീണാൽ തലയ്ക്ക് എങ്ങനെയാണ് മുറിവുണ്ടാകുക? വർദ്ധിക്കുന്ന ദുരൂഹത. എന്തൊരു മൗനം! ഭയത്തിന്റെ രാജാക്കന്മാരാണോ അഭിനേതാക്കളെ നിങ്ങളൊക്കെ എന്നായിരുന്നു സനലിന്റെ ആരോപണം. വിനോദിന്റെ ശബ്ദരേഖ പങ്കുവച്ച് സനൽ മറ്റൊരു കുറിപ്പ് ഇട്ടിട്ടുണ്ട്. 2-3 തവണ ഡോക്ടറെ വിളിക്കാൻ തോന്നുന്ന തരത്തിൽ നവാസിന് നെഞ്ചുവേദന വന്നിട്ടും അത് സെറ്റിലുള്ള ആരോടും പറഞ്ഞില്ല എന്നത് തനിക്ക് വിശ്വസിക്കാനാകുന്നില്ല എന്നൊക്കെയാണ് സനൽകുമാർ തന്റെ പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ. ഇത് വിനോദ് കോവൂർ തനിക്ക് അയച്ച വോയിസ് മെസ്സേജാണ്. ഇതിൽ പറയുന്നത് അദ്ദേഹം നവാസിന്റെ ഫിലിം സെറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നും നവാസിന് ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന വന്നു എന്ന് അയാളോട് പറഞ്ഞത് നവാസിന്റെ കളിക്കൂട്ടുകാരനും കുടുംബ സുഹൃത്തുമായ നൗഷാദ് എന്ന വ്യക്തിയാണ് എന്നുമാണ്. മറ്റാരോ പറഞ്ഞാണ് വിനോദ് കോവൂർ സ്വന്തം അറിവെന്ന പോലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയതെന്നത് അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ എന്തുകൊണ്ട് ആ പോസ്റ്റിൽ ഈ വിവരം അയാളോട് പറഞ്ഞയാളുടെ പേര് എഴുതിയില്ല എന്നത് വ്യക്തമല്ല. ഈ ശബ്ദരേഖയിൽ വിനോദ് കോവൂർ പറയുന്നത് താൻ നവാസിന്റെ മൃതദേഹത്തിനൊപ്പം 4 മണിക്കൂറോളം മോർച്ചറിയിൽ ഉണ്ടായിരുന്ന സമയത്താണ് നൗഷാദ് എന്നയാൾ അവിടെയുണ്ടായിരുന്ന പലരോടും ഇക്കാര്യം പറഞ്ഞു എന്നതാണ്. നവാസ് 2-3 തവണ ഡോക്ടറെ വിളിച്ചു എന്നതാണ് അയാൾ പറഞ്ഞത് എന്നും പറയുന്നു. 2-3 തവണ ഒരാൾ നെഞ്ചുവേദന വന്ന ഡോക്ടറെ വിളിക്കണമെങ്കിൽ അയാളുടെ നെഞ്ചുവേദന നിസ്സാരമല്ലാത്തതായിരിക്കണം. അപ്പോൾ ഉറപ്പായും അയാൾ സെറ്റിൽ ഒപ്പമുണ്ടായിരുന്നവരോട് സൂചിപ്പിക്കുകയെങ്കിലും ചെയ്തിരിക്കുകയും വേണം. ഒരു തവണ നെഞ്ചുവേദന വന്നു എന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞാൽ അത് സാരമില്ലാത്ത നെഞ്ചുവേദനയായി അവഗണിച്ചു എന്ന് കരുതാം. എന്നാൽ സെറ്റിലുള്ളവർ പറയുന്നത് നവാസിന് സെറ്റിൽ വെച്ച് നെഞ്ചുവേദന വന്ന കാര്യം തങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു എന്നതാണ്. 2-3 തവണ ഡോക്ടറെ വിളിക്കാൻ തോന്നുന്ന തരത്തിൽ നവാസിന് നെഞ്ചുവേദന വന്നിട്ടും അത് സെറ്റിലുള്ള ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. നൗഷാദ് എന്നയാൾ എന്തുകൊണ്ടാണ് ഇക്കാര്യം സ്വന്തം പേരിൽ വെളിപ്പെടുത്താതെ മറ്റൊരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അതും സ്വന്തം പേര് ഒഴിവാക്കിക്കൊണ്ട് വെളിപ്പെടുത്തി എന്നതിലും സംശയിക്കാനുള്ള വകയുണ്ട്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും അതൊരു സാധാരണ രീതിയിലുള്ള മരണമാണെന്ന് വരുത്തി തീർക്കാൻ ഷാഡോ വ്യക്തികൾ ശ്രമിച്ചു എന്നതുമാണ് മനസ്സിലാക്കേണ്ടത്. മറ്റൊരു കാര്യവും ഇതിൽ പ്രധാനമാണ്. ഒരു ഹോട്ടൽ മുറിയുടെ നിലത്ത് കൊഴിഞ്ഞു വീണാൽ ഒരു മനുഷ്യന്റെ തലയിൽ മുറിവുണ്ടാകാൻ സാധ്യതയില്ല. പടിയിൽ നിന്ന് വീഴുകയോ മേശയിൽ മറ്റോ വീഴുകയോ ചെയ്താൽ മുറിവുണ്ടായേക്കാം.
എന്നാൽ നവാസ് വീണ് കിടന്നത് മുറിയുടെ വാതിൽക്കലാണെന്നും മുറിയുടെ വാതിൽ പൂട്ടിയിട്ടില്ലായിരുന്നു എന്നുമാണ് റിപ്പോർട്ട്. നവാസിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് ഊട്ടിയുറപ്പിക്കുന്ന വസ്തുതകളാണ് ഇവയെല്ലാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇൻക്വസ്റ്റ് എന്നിവ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഈ വിവരങ്ങൾ കൈക്കലാക്കി പരിശോധിച്ച് മരണകാരണം ഉറപ്പിക്കാൻ ബന്ധുക്കളും അയാളുടെ അടുത്ത സുഹൃത്തുക്കളും എന്നവകാശപ്പെടുന്ന വിനോദ് കോവൂർ ഉൾപ്പെടെയുള്ളവരും താല്പര്യപ്പെടേണ്ടതാണ് എന്നാണ് സനൽ കുമാർ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിന് താഴെ നിരവധി കമന്റുകളും ഒക്കെ വരുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ഹൃദയ സ്തംഭനം വന്ന് തന്നെയാണ് മരണം സംഭവിച്ചതെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കുമെന്നും കൂടുതൽ പേരും കമന്റുകളിലൂടെ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.